قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية من قبل أن يأتي يوم لا بيع فيه ولا خلال. പ്രവാചകരെ, വിശ്വാസികളായ എന്റെ ദാസന്മാരോട് പറയുക, അവർ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കട്ടെ. നാം നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ധർമ്മമാർഗത്തിൽ ചെലവഴിക്കട്ടെ. കൊള്ളക്കൊടുക്കകളും സുഹൃത്ത് ബന്ധങ്ങളും ഒന്നും പ്രയോജനപ്പെടാത്ത ഒരു നാൾ വന്നെത്തും മുമ്പ്. സത്യവിശ്വാസികളുടെ സമ്പ്രദായങ്ങൾ സത്യനിഷേധികളുടെ സമ്പ്രദായങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കേണ്ടതുണ്ട്. നിഷേധി അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കാത്തവനാണെങ്കിൽ വിശ്വാസി കൃതജ്ഞനായിരിക്കണം. ആ കൃതജ്ഞതയുടെ പ്രാവർത്തിക രൂപമാണ് നമസ്കാരം നിലനിർത്തുന്നതും ദൈവത്തിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നതും. കൊള്ളക്കൊടുക്കുകളും സുഹൃത്ത് ബന്ധങ്ങളും നടക്കാത്ത നാൾ എന്നതുകൊണ്ടുദ്ദേശം പരലോകമാണ്. അവിടെ വല്ലതും പകരം നൽകി രക്ഷ വിലയ്ക്ക് വാങ്ങാൻ സാധ്യമല്ല. ആരുടെയും സൗഹൃദവും ആരെയും ദൈവത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല. الله الذي خلق السماوات والأرض وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم وسخر لكم الفلك لتجري في البحر بأمره وسخر لكم الأنهار. അല്ലാഹുവാണ് വാനഭുവനങ്ങൾ സൃഷ്ടിച്ചവൻ. അവൻ മാനത്ത് നിന്ന് ജലം വർഷിച്ചു. അതുവഴി നിങ്ങൾക്ക് ആഹരിക്കാൻ ഫലങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. അവന്റെ ആജ്ഞാനുസാരം സമുദ്രത്തിൽ സഞ്ചരിക്കുവാൻ നിങ്ങൾക്ക് കപ്പലുകൾ അധീനമാക്കി തന്നു. നദികളെയും വിധേയമാക്കി തന്നു. وسخر لكم الشمس والقمر دائبين وسخر لكم الليل والنهار. നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യചന്ദ്രന്മാരെയും കീഴ്പ്പെടുത്തി തന്നു. രാപ്പകലുകളെയും കീഴ്പ്പെടുത്തി തന്നു. നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന് നിങ്ങളുടെ ആജ്ഞാനുവർത്തികളാക്കി തന്നിരിക്കുന്നു എന്ന് പൊതുവെ ജനങ്ങൾ തെറ്റായി അർത്ഥം കൽപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം അവർ ഈ ആയത്തിന് വിചിത്രമായ പല വ്യാഖ്യാനങ്ങളും കൊടുക്കാൻ തുടങ്ങി. എത്രത്തോളമെന്നാൽ ചിലർ ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ ആകാശഭൂമികളെ കീഴ്പ്പെടുത്തുകയാണ് മനുഷ്യന്റെ പരമമായ ലക്ഷ്യമെന്നുവരെ മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ ഈ വസ്തുക്കളെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ താൽപര്യം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ സംവിധാനിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്. കപ്പൽ പ്രകൃതിയുടെ ചില പ്രത്യേക നിയമങ്ങളാൽ ബന്ധിതമായിരുന്നില്ലെങ്കിൽ മനുഷ്യന് ഒരിക്കലും സമുദ്രസഞ്ചാരം സാധ്യമാവുമായിരുന്നില്ല. ഉറവകൾ ചില പ്രത്യേക നിയമങ്ങൾക്ക് വിധേയമായിരുന്നില്ലെങ്കിൽ അവയിൽ നിന്ന് പുഴകൾ ഉദ്ഭവിക്കുമായിരുന്നില്ല. അതേപോലെ സൂര്യചന്ദ്രന്മാരും രാപ്പകലുകളും പ്രത്യേക നിയമവ്യവസ്ഥകളാൽ ബന്ധിതങ്ങളായിരുന്നില്ലെങ്കിൽ ഇവിടെ ജീവിതം തന്നെ ദുസ്സാധ്യമാകുമായിരുന്നു. എന്നിരിക്കെ സൗഭാഗ്യകരമായ ഒരു സംസ്കാരം നിലവിൽ വരുന്നതെങ്ങനെ? وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار. നിങ്ങൾ ചോദിച്ചതൊക്കെയും അവൻ തന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ എണ്ണാൻ വിചാരിച്ചാൽ അത് തിട്ടപ്പെടുത്താൻ നിങ്ങൾക്കാവില്ല. മനുഷ്യൻ മഹാ അതിക്രമിയും നന്ദികെട്ടവനും തന്നെ. നിങ്ങൾ ചോദിച്ചതൊക്കെയും അവൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്: നിങ്ങളുടെ പ്രകൃതിയുടെ എല്ലാ തേട്ടങ്ങളും പൂർത്തീകരിച്ചു തന്നു. നിങ്ങളുടെ ജീവിതത്തിന് എന്തെല്ലാം ആവശ്യമായിരുന്നുവോ അതെല്ലാം ഒരുക്കി തന്നു. നിങ്ങളുടെ നിലനിൽപ്പിനും പുരോഗതിക്കും എന്തെല്ലാം കാര്യങ്ങൾ അനിവാര്യമായിരുന്നുവോ അതെല്ലാം സജ്ജീകരിച്ചു തന്നു.
وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا الْبَلَدَ آمِنًا وَاجْنُبْنِي وَبَنِيَّ أَن نَّعْبُدَ الْأَصْنَامَ. ഇബ്രാഹിം പ്രാർത്ഥിച്ചത് ഓർക്കുവിൻ, നാഥ, ഈ നാടിന് നീ സമാധാനഗേഹമാക്കേണമേ, എന്നെയും എന്റെ സന്തതികളെയും വിഗ്രഹാരാധനയിൽ നിന്ന് അകറ്റേണമേ. പൊതുവായ അനുഗ്രഹങ്ങൾ അനുസ്മരിപ്പിച്ച ശേഷം ഖുറൈശികൾക്ക് പ്രത്യേകമായി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അനുസ്മരിപ്പിക്കുകയാണിവിടെ. നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബി എന്തെല്ലാം അഭിലാഷങ്ങളോടെയാണ് നിങ്ങളെ ഇവിടെ താമസിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് നാം നൽകിയത്. എന്നിട്ടിപ്പോൾ നിങ്ങളുടെ പിതാവിന്റെ അഭിലാഷങ്ങൾക്കും നാഥന്റെ അനുഗ്രഹങ്ങൾക്കും പകരമായി ഏതെല്ലാം ദുർമാർഗങ്ങളും എന്തെല്ലാം ദുർവൃത്തികളുമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ഈ കാര്യവും കൂടി അതോടൊപ്പം അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ നാട് എന്നതുകൊണ്ട് ഉദ്ദേശ്യം മക്കയാണ്. റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. നാഥ, ഈ വിഗ്രഹങ്ങൾ വളരെ ആളുകളെ വഴികേടിലാക്കിയിരിക്കുന്നു. എന്റെ സന്തതികളെയും അത് വഴികേടിലാക്കിയേക്കും. എന്നാൽ അവരിൽ എന്റെ മാർഗത്തിൽ ചരിക്കുന്നവൻ എന്നിൽപ്പെട്ടവനാകുന്നു. വല്ലവനും എന്റെ മാർഗം ധിക്കരിക്കുകയാണെങ്കിൽ നിശ്ചയം നീ മാപ്പരുളുന്നവനും ദയാപരനുമല്ലോ. തനിക്കെതിരായ മാർഗം സ്വീകരിക്കുന്നവർക്ക് പുറത്തു കൊടുക്കണമെന്നാണ് ഇബ്രാഹിം നബി ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അലിവും മനുഷ്യകുലത്തോടുള്ള ദയാവായ്പുമാണിത് കാണിക്കുന്നത്. ദൈവം ഒരവസ്ഥയിലും മനുഷ്യനെ ശിക്ഷയിൽ ബന്ധിക്കുന്നത് കാണാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. മറിച്ച് അവസാന നിമിഷം വരെ വിട്ടുകൊടുക്കാനും മാപ്പ് ചെയ്യാനും അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം. അവരുടെ ആഹാരക്കാര്യത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചത് സൂറ അൽ ബഖറ 126 സൂക്തത്തിൽ ഇങ്ങനെ വായിക്കാം: ഇതിലെ നിവാസികളിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർക്ക് നീ നാനാവിധ ഫലങ്ങൾ അന്നമായി നൽകണമേ. പക്ഷേ അവസാനമായി പരലോകത്ത് വെച്ച് ശിക്ഷ നൽകുന്ന പ്രശ്നം വന്നപ്പോൾ എന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവരെ നീ ശിക്ഷിക്കണം എന്ന് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്നുപോയില്ല. മറിച്ച് അവരുടെ കാര്യത്തിൽ ഞാൻ എന്തു പറയാൻ, നീ മാപ്പരുളുന്നവനും ദയാപരനുമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ അലിവും കാരുണ്യവുമൊക്കെ തന്റെ സന്തതികളോട് മാത്രമല്ല അദ്ദേഹം പ്രകടമാക്കിയത്. ലൂത്ത് നബിയുടെ ദുഷിച്ച ജനതയെ നശിപ്പിക്കാൻ മലക്കുകൾ പോയപ്പോഴും അദ്ദേഹം അത് പ്രകടമാക്കിയിട്ടുണ്ട്. സൂറ ഹൂദ് 74 സൂക്തത്തിൽ ഇങ്ങനെ കാണാം: ഇബ്രാഹിം നമ്മോട് തർക്കിച്ചു തുടങ്ങി എന്ന് അങ്ങേയറ്റം സ്നേഹത്തോടുകൂടി ആ സന്ദർഭത്തെക്കുറിച്ച് അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. ഇതുതന്നെയാണ് ഈസായുടെ അവസ്ഥയും. അദ്ദേഹത്തിന്റെ അനുയായികൾ വഴിപിഴച്ചത് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി സൂറ അൽ മാഇദ 118 സൂക്തത്തിൽ ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു: നീ അവരെ ശിക്ഷിക്കുന്നുവെങ്കിൽ അവർ നിന്റെ ദാസന്മാരല്ലോ. നീ അവർക്ക് മാപ്പരുളുന്നുവെങ്കിലോ നീ അജയ്യനും അഭിജ്ഞനും തന്നെ. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. നാഥ, എന്റെ സന്തതികളിൽ ഒരു വിഭാഗത്തെ ഞാൻ കൃഷിയില്ലാത്ത ഈ താഴ്വരയിൽ നിന്റെ ആദരണീയ ഗേഹത്തിനടുക്കൽ പാർപ്പിച്ചിരിക്കുന്നു. നാഥ, അവർ ഇവിടെ നമസ്കാരം മുറപ്രകാരം നിലനിർത്തുന്നതിനാകുന്നു ഞാനിത് ചെയ്തിട്ടുള്ളത്. അതിനാൽ നീ ജനഹൃദയങ്ങളിൽ അവരോട് അനുഭാവമുണ്ടാക്കേണമേ. അവർക്കാഹരിക്കാൻ ഫലങ്ങൾ നൽകണമേ. അവർ നന്ദിയുള്ളവരായേക്കും. കൃഷിയില്ലാത്ത മക്കയിൽ ഇബ്രാഹിം നബി തന്റെ സന്തതികളിൽ ഒരു വിഭാഗത്തെ പാർപ്പിച്ചിരുന്നുവല്ലോ. അവർക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. മുൻകാലത്ത് അറബികൾ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ മക്കയിൽ കൂട്ടമായി വന്നുകൊണ്ടിരുന്നതും
ഇപ്പോൾ ലോകത്തെങ്ങുമുള്ള ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതും ഈ പ്രാർത്ഥനയുടെ ഫലമാണ്. അതേപോലെ ഏത് കാലത്തും എല്ലാവിധ ഫലങ്ങളും ധാന്യങ്ങളും ആഹാരവസ്തുക്കളും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നതും ആ പ്രാർത്ഥനയുടെ ഫലം തന്നെ. വാസ്തവത്തിൽ കൃഷിയില്ലാത്ത ആ പ്രദേശത്ത് കാലികൾക്ക് തിന്നാനുള്ള പുല്ലുകൂടി ഉണ്ടാവുന്നില്ല. ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء في الأرض ولا في السماء. നാഥ, ഞങ്ങൾ ഒളിച്ചുവെക്കുന്നതും വെളിപ്പെടുത്തുന്നതും നീ അറിയുന്നുവല്ലോ. വാസ്തവത്തിൽ അല്ലാഹുവിന് ഒളിഞ്ഞതായിട്ട് ഒന്നുമില്ല, ഭൂമിയിലുമില്ല, ആകാശത്തുമില്ല. ഒളിപ്പിച്ചു വെക്കുന്നതും വെളിപ്പെടുത്തുന്നതും അറിയുന്നവൻ എന്ന് ഇബ്രാഹിം നബി പറഞ്ഞതിന്റെ വിവക്ഷ ഇതാണ്. അല്ലാഹുവേ, ഞാൻ നാവുകൊണ്ട് എന്തൊന്നു പറയുന്നുവോ നീ അത് കേൾക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ ഒളിഞ്ഞുകിടക്കുന്ന വികാരങ്ങളും നീ അറിയുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ വാക്കിനെ സത്യപ്പെടുത്തി അല്ലാഹു പറയുന്നതാണിത്. അൽഹംദുലില്ലാഹി الذي وهب لي على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء. ഈ വാർദ്ധക്യത്തിൽ എനിക്ക് ഇസ്മായിൽ, ഇസ്ഹാക്ക് എന്നീ പുത്രന്മാരെ പ്രദാനം ചെയ്ത അല്ലാഹുവിന് സ്തോത്രം. എന്റെ നാഥൻ തീർച്ചയായും പ്രാർത്ഥനകൾ കേൾക്കുന്നവൻ തന്നെ. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. നാഥ, എന്നെ മുറപ്രകാരം നമസ്കാരം അനുഷ്ഠിക്കുന്നവനാക്കണമേ. ഈ കർമ്മം നിർവഹിക്കുന്നവരെ എന്റെ സന്തതികളിലും വളർത്തേണമേ. ഞങ്ങളുടെ നാഥ, എന്റെ പ്രാർത്ഥന സ്വീകരിച്ചാലും. قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا